നമസ്കാരം. വർഷങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരം സ്റ്റാച്യു ജംഗ്ഷനിൽ ബ്രിട്ടീഷ് മാതൃകയിൽ പണികഴിപ്പിച്ച പഴയൊരു കെട്ടിടമുണ്ടായിരുന്നു, ഇന്ത്യൻ കോഫി ഹൗസ്. സിനിമാക്കാര്, എഴുത്തുകാര്, വക്കീലന്മാര്, ഡോക്ടർമാര്, കോളേജ് വിദ്യാർത്ഥികൾ എന്നിവരുടെയൊക്കെ ഒരു സൗഹൃദ ഇടം കൂടിയായിരുന്നു സ്റ്റാച്യുവിലെ ഇന്ത്യൻ കോഫി ഹൗസ്. അന്നും പതിവ് പോലെ കോളേജ് വിദ്യാർത്ഥികളായ അശോക്, സനൽ, സുരേഷ്, ഉണ്ണി, പ്രിയൻ, മോഹൻലാൽ തുടങ്ങിയവരൊക്കെ അവിടെ ഒത്തുകൂടി. കാപ്പി കുടിച്ചുകൊണ്ട് അവരെന്ന് സംസാരിച്ചത് തങ്ങളുടെ കോളേജിലെ പ്രണയത്തെക്കുറിച്ചോ വിപണിയിലിറങ്ങിയ പുതിയ പുസ്തകത്തെക്കുറിച്ചൊന്നും ആയിരുന്നില്ല. അവരന്ന് ചർച്ച ചെയ്തതും സ്വപ്നം കണ്ടതുമൊക്കെ സിനിമയായിരുന്നു. എങ്ങനെയെങ്കിലും സിനിമയിലെത്തണം എന്നായിരുന്നു ഇവരുടെയൊക്കെ ആഗ്രഹം. അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന അശോകിൻ്റെ സഹോദരൻ രാജീവ് നാഥ് അന്ന് സൂര്യൻ്റെ മരണം എന്ന പേരിൽ ഒരു സിനിമ എടുക്കുന്നുണ്ടായിരുന്നു. നെടുമുടി വേണുവാണ് അതിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. മാന്നാറിലായിരുന്നു അതിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നത്. ആ സമയം ഈ അശോക് ഈ കൂട്ടുകാരോട് പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ജ്യേഷ്ഠനോട് പറഞ്ഞിട്ട് നമുക്കെല്ലാവർക്കും സിനിമയിൽ എന്തെങ്കിലും ഒരു അവസരം തരാൻ പറ്റുമോ എന്ന് ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ ഈ സൗഹൃദ സംഘം ഈ മാന്നാറിലേക്ക് ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് പോയി. അന്ന് ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പേ അശോക് ഈ തങ്ങളുടെ കൂട്ടുകാരെയൊക്കെ രാജീവ് നാഥിന് പരിചയപ്പെടുത്തി. എന്നിട്ട് തങ്ങൾ എന്തിനാണ് വന്നത് എന്ന ഉദ്ദേശവും പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് രാജീവ് നാഥ് പറഞ്ഞു, നിങ്ങളൊക്കെ പയ്യന്മാരാണ്, നിങ്ങളൊന്നും സിനിമയിൽ വർക്ക് ചെയ്യാനായിട്ടില്ല, നിങ്ങൾ കുറച്ചുകൂടി സിനിമയൊക്കെ കണ്ട് ഇതിനെ പറ്റിയൊക്കെ പഠിച്ച ശേഷം മതി സിനിമയിൽ ജോലി ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് അവരെ തിരിച്ചയക്കുകയായിരുന്നു. സത്യത്തിൽ അത് ഒരു മുഖത്ത് അടിയേറ്റതുപോലെ അശോകിന്. കാരണം തൻ്റെ കൂട്ടുകാരോട് തൻ്റെ ജ്യേഷ്ഠൻ സഹായിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത്. അങ്ങനെ അവർ അന്ന് തിരിച്ച് തിരുവനന്തപുരത്തേക്ക് തന്നെ പോയി. ആ യാത്രയിലുടനീളം അവർ കാര്യമായിട്ടൊന്നും സംസാരിച്ചില്ല. അന്ന് വൈകുന്നേരം അവർ സ്റ്റാച്യുവിലെ കോഫി ഹൗസിൽ വീണ്ടും ഒത്തുകൂടി. എന്നിട്ട് അന്ന് അവിടെ വെച്ച് അശോക് ഒരു പ്രഖ്യാപനം നടത്തി, നമുക്കും ഒരു സിനിമ എടുക്കണം. അത് സത്യത്തിൽ ജ്യേഷ്ഠനോടുള്ള ഈ ഒരു വാശി കൊണ്ടായിരുന്നു അശോക് അങ്ങനെ പ്രഖ്യാപിച്ചത്. ഈ അശോകിൻ്റെ പ്രഖ്യാപനം സുഹൃത്തുക്കളൊക്കെ ഏറ്റെടുത്തു. സിനിമ എടുക്കണം എന്നുള്ള ആഗ്രഹം അവരും മുന്നോട്ട് വെച്ചു. മോഹൻലാലിൻ്റെ ആദ്യ സിനിമയായ തിരനോട്ടത്തിൻ്റെ പിറവിയുടെ തുടക്കം ഇങ്ങനെയായിരുന്നു. അങ്ങനെ സിനിമ എടുക്കാൻ തീരുമാനിച്ച ആ സൗഹൃദ സംഘം പിന്നീടുള്ള അവരുടെ കൂട്ടായ്മകളിലൊക്കെ ഈ സിനിമയെക്കുറിച്ചുള്ള ഒരുക്കങ്ങളും അതിനുള്ള തയ്യാറെടുപ്പുകളുമാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യമായിട്ടൊരു നല്ല കഥ വേണം, ഈ കഥ ഏത് രീതിയിലുള്ള കഥയായിരിക്കണം, ആരാണ് കഥ എഴുതുക എന്നൊക്കെ അവരുടെ കൂട്ടായ്മയിൽ ചർച്ചയായിട്ട് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് IV ശശി സംവിധാനം ചെയ്ത് സീമ പ്രധാന വേഷത്തിൽ അഭിനയിച്ച അവളുടെ രാവുകൾ എന്ന സിനിമ തിയേറ്ററുകളിൽ നിറഞ്ഞോടിക്കൊണ്ടിരുന്നത്. അതുപോലുള്ളൊരു കഥ ചെയ്താലോ കഥ എഴുതിയാലോ എന്നൊക്കെ അവർ ചർച്ച ചെയ്യുകയുണ്ടായി. ഒടുവിൽ ഈ അശോക് തന്നെയാണ് ഒരു കഥ ഇവരോട് പറഞ്ഞത്. അതായത് ഒരു പെൺകുട്ടിയുടെ മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു കഥയായിരുന്നു അത്. ആ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എങ്കിൽ ആ കഥ തന്നെ സിനിമയാക്കാം എന്നവർ തീരുമാനിച്ചു. അങ്ങനെ ഡോക്ടർ മാത്യു വെല്ലൂർ അടക്കമുള്ള നിരവധി മനോരോഗ വിദഗ്ധരുമായിട്ട് ചർച്ച ചെയ്ത ശേഷമാണ് അശോകും അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ശശിയും ചേർന്ന് ഒരു തിരക്കഥ തയ്യാറാക്കി. അശോക് തന്നെയാണ് സിനിമയ്ക്ക് തിരനോട്ടം എന്ന പേര് കൊടുത്തതും. അങ്ങനെ ആ തിരക്കഥ മാത്രം കയ്യിൽ വെച്ചുകൊണ്ട് ആറ്റുകാൽ ദേവീക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് സിനിമയുടെ പൂജ നടത്തി. സിനിമയുടെ സാമ്പത്തിക കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റ് സാങ്കേതിക സൗകര്യങ്ങളോ ഒന്നും തീരുമാനമാകാതെയാണ് ഈ സിനിമയുടെ പൂജ അവർ നടത്തിയത്. നിർമ്മാതാവ് ആര് എന്ന് പോലും അവർക്ക് അറിയില്ലായിരുന്നു. അതൊന്നും റെഡിയായിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഇവർ സിനിമ ചെയ്യുന്ന കാര്യം അത്യാവശ്യം നാട്ടിലൊക്കെ ഒന്ന് ആൾക്കാരൊക്കെ അറിഞ്ഞു തുടങ്ങിയിരുന്നു. അങ്ങനെ പലരും ചാൻസൊക്കെ ചോദിച്ചിട്ട് ഇവരുടെ അടുത്ത് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ വന്ന ഒരാളായിരുന്നു പാച്ചല്ലൂർ ശശി. അദ്ദേഹം സത്യൻ മാഷിൻ്റെ കടുത്ത ആരാധകനായിരുന്നു. അദ്ദേഹം അശോകിനെ കണ്ട് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ സിനിമയിലൊരു അഭിനയിക്കാൻ അവസരം തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അശോക് തിരികെ പറഞ്ഞു, ഈ സിനിമയ്ക്ക് നിർമ്മാതാവൊന്നും ആയിട്ടില്ല, സാമ്പത്തികമായിട്ടൊന്നും കാര്യങ്ങളൊന്നും റെഡിയായിട്ടില്ല, അതുകൊണ്ട് തന്നെ ഷൂട്ട് ഇങ്ങനെ നീണ്ടു പോവുകയാണ്. നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഞങ്ങളെ സഹായിക്കാൻ പറ്റുമെങ്കിൽ ഈ സിനിമയിൽ അഭിനയിക്കാൻ അവസരം തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പാച്ചല്ലൂർ ശശി തിരികെ പറഞ്ഞു, ഞാൻ മുഴുവൻ തുകയും നിനക്ക് തരാൻ കഴിയില്ല, ഞാൻ കുറച്ച് പണം തരാമെന്ന് അദ്ദേഹം സമ്മതിച്ചു. അങ്ങനെയാണ് ഇവരുടെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ആദ്യഘട്ടത്തിൽ ചെറിയൊരു പരിഹാരമായത്. പക്ഷെ പ്രശ്നങ്ങൾ പിന്നെയും കിടക്കുന്നുണ്ടായിരുന്നു. നടന്മാർ, ക്യാമറാമാൻ, ക്യാമറ അടക്കമുള്ള സാങ്കേതിക സൗകര്യങ്ങൾ ഇതൊക്കെ റെഡിയാക്കണം. അങ്ങനെ നടന്മാർ ആരൊക്കെ വേണമെന്നുള്ളൊരു ചർച്ച നടന്നു. അങ്ങനെയാണ് ഇവർ നെടുമുടി വേണുവിലേക്ക് എത്തുന്നത്. നെടുമുടി വേണുവിനെ പ്രധാന കഥാപാത്രമായി അവതരിപ്പിക്കാമെന്ന് ഇവർ തീരുമാനിച്ചു. അങ്ങനെ മോഹൻലാൽ അടക്കമുള്ള ആൾക്കാർ നെടുമുടി വേണുവിനെ കാണാൻ പോയി. അന്ന് നെടുമുടി വേണു കൊടുത്ത മറുപടി ഈ പിള്ളേര് കളിക്ക് ഞാനില്ല എന്നാണ്. അങ്ങനെ അവരെ നെടുമുടി വേണു അവിടുന്ന് തിരിച്ചയച്ചു. പിന്നീടാണ് അവരെ മലയാളത്തിലെ അക്കാലത്ത് പ്രശസ്ത നടനായിരുന്ന രവികുമാറിനെ ചെന്ന് കണ്ടത്. അദ്ദേഹം പക്ഷേ ഇവരുടെ കഥ കേട്ട് ഇവരുടെ പുതിയൊരു സംരംഭമാണ്, ഇവരുടെ കഥയും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് കാര്യമായിട്ടൊന്നും ചോദിക്കാതെ രവികുമാർ അഭിനയിക്കാമെന്ന് സമ്മതിക്കുകയായിരുന്നു.
നായികയായി തീരുമാനിച്ചത് അക്കാലത്തെ പ്രശസ്ത നർത്തകനായിരുന്ന ചന്ദ്രശേഖരന്റെ മകള് രേണു ചന്ദ്രയായിരുന്നു. മോഹൻലാൽ ലഭിച്ചിരിക്കുന്നത് ഒരു ബുദ്ധിമാന്യമുള്ള ഒരു കുട്ടപ്പന്റെ വേഷമായിരുന്നു. ഹാസ്യ കഥാപാത്രമായിരുന്നു അത് മോഹൻലാൽ ലഭിച്ചത്. അങ്ങനെ അഭിനേതാക്കളെ കുറിച്ച് ഏകദേശ ധാരണയായ ശേഷം പിന്നീടുള്ള ചർച്ച ഈ സിനിമയിലെ പാട്ടുകളെ കുറിച്ചായിരുന്നു. 2 പാട്ടുകളാണ് സിനിമയിലുള്ളത്. ഈ പാട്ട് ആരെഴുതുമെന്ന് ചർച്ച ചെയ്തു. അങ്ങനെയാണ് ഒടുവിൽ ONV കുറുപ്പിലേക്ക് എത്തുന്നത്. അങ്ങനെ ഇവർ ONV കുറുപ്പിനെ വീട്ടിൽ പോയി കണ്ട് സംസാരിച്ചു. പക്ഷെ അദ്ദേഹം ഒരു പാട്ടിന് വേണ്ട തുകയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് കൊടുക്കാൻ ഇവരുടെ കയ്യിലില്ലായിരുന്നു. അങ്ങനെ ഇവർ വീണ്ടും പോയി തുകയൊക്കെ സംഘടിപ്പിച്ച് കൊണ്ടുവന്ന് ONV കുറുപ്പിന് കൊടുത്തു. അങ്ങനെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ONV കുറുപ്പ് 2 പാട്ടുകളും എഴുതി കൊടുത്തു. പിന്നീട് MG രാധാകൃഷ്ണനെ സംഗീത സംവിധായകനായും ഗായകരായി യേശുദാസിനെയും S ജാനകിയെയും ഇവർ തീരുമാനിച്ചു. ഇവരെയൊക്കെ നേരിൽ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞുറപ്പിക്കുകയും ചെയ്തു. പിന്നീട് ക്യാമറാമാനെ തേടിയായി ഇവരുടെ അന്വേഷണം. അങ്ങനെയാണ് ഇവർ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ എത്തുന്നത്. അവിടെ അന്ന് ക്യാമറ അസിസ്റ്റന്റ് ആയിരുന്നു S കുമാർ. S കുമാറിനെ നേരിൽ കണ്ട് അങ്ങനെ S കുമാർ നിങ്ങളുടെ സിനിമയിൽ ഞാൻ ക്യാമറാമാനായി വരാമെന്നൊക്കെ അദ്ദേഹം സമ്മതിക്കുകയായിരുന്നു. സിനിമയുടെ സംവിധായകനായി തീരുമാനിച്ചിരുന്നത് ഈ കഥ പറഞ്ഞ അശോകിനെ തന്നെയായിരുന്നു. കൂടെ സഹായികളായിട്ട് സുരേഷും പ്രിയനും ഒക്കെ ഉണ്ടായിരുന്നു. സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഇവരുടെ വീടും പരിസരങ്ങളൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ ചിത്രാഞ്ജലിയുടെ ഔട്ട്ഡോർ യൂണിറ്റ് വാഹനം ഷൂട്ടിങ്ങിനായിട്ട് അവിടെ വന്നെത്തി. അങ്ങനെ ആദ്യം എടുത്ത ഷോട്ട് എന്ന് പറയുന്നത് ഈ തിരനോട്ടം സിനിമയുടെ ആദ്യം എടുത്ത ഷോട്ട് ഈ മോഹൻലാൽ കുട്ടപ്പനായി വേഷമിട്ട മോഹൻലാൽ ഒരു സൈക്കിളിൽ ദൂരെന്ന് വരുന്നൊരു ഷോട്ടായിരുന്നു ആദ്യം എടുത്തത്. നമ്മുടെ മോഹൻലാലിൻ്റെ സിനിമയിലെ ആദ്യത്തെ ഷോട്ട് കൂടിയായിരുന്നു അത്. അങ്ങനെ ഷൂട്ടിംഗ് പുരോഗമിച്ചെങ്കിലും പ്രതിസന്ധികൾ പല രൂപത്തിൽ മുന്നോട്ട് വന്നു. പണം മുടക്കിയ പാച്ചല്ലൂർ ശശിയെ ഹൃദ്രോഗത്തെ തുടർന്ന് ആശുപത്രിയിൽ അഡ്മിറ്റാക്കി. ശശിയുടെ അസുഖം കൂടുന്നതിനനുസരിച്ച് അദ്ദേഹത്തെ സഹായിക്കേണ്ട ഉത്തരവാദിത്വം ഇവർക്ക് വന്നേർന്നു. പിന്നെ ഷൂട്ടിങ്ങിനായി പണം കണ്ടെത്താൻ പരക്കം പാച്ചിലായി. അങ്ങനെ സിനിമ പൂർത്തിയാക്കാനുള്ള പണത്തിനായി പല വാതിലുകളിലും മുട്ടി. കൊല്ലത്തെ ജനറൽ പിക്ചേഴ്സ് ഉടമ രവി മുതലാളിയെ കണ്ടപ്പോൾ അദ്ദേഹം കൊല്ലത്തെ തിരുവെങ്കിടം മുതലാളിയെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. 4 മാസം നീണ്ട ശ്രമങ്ങൾക്കൊടുവിൽ അവർ തിരുവെങ്കിടം മുതലാളിയെ നേരിൽ കണ്ടു. സിനിമയുടെ തുടർ ചിത്രീകരണത്തിന് സഹായം ചോദിച്ചു. പടം തീർക്കാൻ എത്ര രൂപ വേണ്ടി വരുമെന്നതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി കൊടുക്കാൻ മുതലാളി പറഞ്ഞു. അടുത്ത ദിവസം 35,000 രൂപയുടെ എസ്റ്റിമേറ്റ് മുതലാളിക്ക് മുന്നിൽ വെച്ചു. അദ്ദേഹം ആ എസ്റ്റിമേറ്റ് ശ്രദ്ധയോടെ നോക്കി. എന്നിട്ട് പേന കൊണ്ട് ചില തിരുത്തലുകളൊക്കെ നടത്തിയിട്ട് അവർക്ക് 5,000 രൂപ കൊടുത്തു. 5,000 എങ്കിൽ 5,000 എന്ന സന്തോഷത്തിൽ അവർ ആ പണം വാങ്ങി നേരെ പോയത് പാച്ചല്ലൂർ ശശിയെ അഡ്മിറ്റാക്കിയ ആശുപത്രിയിലേക്കാണ്. നാളെ അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷനാണ്. അദ്ദേഹത്തിന് ആ പണം നൽകി. അങ്ങനെ ശശിയുടെ ഓപ്പറേഷൻ നടന്നെങ്കിലും പിറ്റേ ദിവസം തന്നെ ശശി മരിക്കുകയും ചെയ്തു. തുടർന്നും തിരുവെങ്കിടം മുതലാളി സിനിമാ സംഘത്തിന് സഹായം നൽകി. അങ്ങനെ ഏറെ പ്രയാസങ്ങൾക്കൊടുവിൽ അവർ സിനിമ പൂർത്തിയാക്കി. സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ തീർക്കാനായി അശോകും സുരേഷും പ്രിയനും മോഹൻലാലും മദ്രാസിലേക്ക് പുറപ്പെട്ടു. എഡിറ്റിങ്ങും ഡബ്ബിങ്ങും റീ റെക്കോർഡിങ്ങും ഏറെ കഷ്ടപ്പെട്ട് തീർത്തു. അക്കാലത്ത് മലയാളത്തിലെ പല പത്രങ്ങളിലും തിരനോട്ടത്തിന്റെ പരസ്യം വന്നിരുന്നു. നാനാ സിനിമാ വാരികയിലും ചിത്രത്തെക്കുറിച്ച് ധാരാളം റിപ്പോർട്ടുകളുണ്ടായി. എന്നാൽ പ്രശ്നം വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. മലയാള സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്നും കളറിലേക്കുള്ള പ്രയാണം ആരംഭിച്ച സമയമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ തിരനോട്ടം സിനിമയുടെ റിലീസിംഗ് വളരെ വലിയ പ്രതിസന്ധിയിലായി. എങ്കിലും തിരുവെങ്കിടം മുതലാളിയുടെ സഹായം കൊണ്ട് കൊല്ലത്തെ കൃഷ്ണ തിയേറ്ററിൽ ഒരു ഷോ മാത്രം പ്രദർശിപ്പിച്ച് തിരനോട്ടം പെട്ടിക്കുള്ളിലായി. ഒരു കൂട്ടം കോളേജ് വിദ്യാർത്ഥികളുടെ എടുത്തുചാട്ടം എന്നൊക്കെ ഇതിനെ ആദ്യഘട്ടത്തിൽ പലരും പറഞ്ഞെങ്കിലും ചരിത്രത്തിൽ നിരവധി കഥകളാണ് തിരനോട്ടം എന്ന സിനിമ എഴുതി ചേർത്തത്.